ഹായ് ഓൾ, വെൽക്കം ടു മീറ്റ് ദ റൈറ്റ് ഗൈഡൻസ്. എല്ലാവരും കാത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷനാണല്ലേ LDC എന്ന് പറയുന്നത്. അടുത്ത LDCയുടെ നോട്ടിഫിക്കേഷൻ എന്നത്തേക്ക് വരും എന്നെല്ലാം പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകളുണ്ടാവും. കാരണം ഇനി നമുക്ക് നമ്മുടെ മുന്നിൽ എത്ര സമയം കിട്ടും, നമ്മൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങണോ എന്നൊക്കെ സംശയിച്ചിരിക്കുന്ന കുറേ ആളുകളുണ്ടാവും അല്ലേ. നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ കുറേ അവസരങ്ങൾ വന്നിട്ടുണ്ട്, കുറേ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുമായിരിക്കും. പക്ഷേ നല്ല ഒരു പോസ്റ്റാണ് ഇത് LDC എന്നൊക്കെ പറയുന്നത് അല്ലേ. അപ്പോൾ ഒരു LDC എക്സാം ക്രാക്ക് ചെയ്യുക എന്നൊക്കെ സ്വപ്നം കാണുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും. അപ്പോൾ എന്നത്തേക്കായിരിക്കും അടുത്ത LDCയുടെ നോട്ടിഫിക്കേഷൻ വരിക എന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് ഇതിന് മുൻപായിട്ട് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വിളിച്ചിരുന്നത് 30/11/2023 കേട്ടോ. അതായത് 2023 ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വിളിച്ചിരുന്നത്. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 3/1/2024 വരെയായിരുന്നു ഇത് അപ്ലൈ ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത്. ഇതിൻ്റെ കാറ്റഗറി നമ്പർ 503/2023 ആയിരുന്നു കഴിഞ്ഞ LDCയുടെ നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് കേട്ടോ. 503/2023. നമുക്കറിയാം വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ക്ലർക്ക് എന്ന പോസ്റ്റിലേക്കാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 26,500 മുതൽ 60,700 വരെയൊക്കെ ഇതിൻ്റെ ഒരു സ്കെയിൽ ഓഫ് പേ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് എങ്ങനത്തെ ഒരു എക്സാം ആയിരുന്നു, ഡിസ്ട്രിക്ട് വൈസ് എക്സാം ആയിരുന്നു എന്നതുകൂടെ ആലോചിക്കുക കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ്. ഇനി നമുക്ക് ഇതിനുള്ള അവസരം എന്നത്തേക്കാണ് വരിക എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഇതിൻ്റെ അടുത്ത നോട്ടിഫിക്കേഷൻ എന്നത്തേക്കാണ് വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ എക്സാം നമ്മൾ പറഞ്ഞു നോട്ടിഫിക്കേഷൻ വന്നത് 2023 ഏകദേശം ഒരു 2024 2024 ഇതിൻ്റെ എക്സാം നടക്കുകയുണ്ടായി. അതിനുശേഷം ഓഗസ്റ്റ് 1 2025 ആയപ്പോഴത്തേക്കും ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു കേട്ടോ. 2025 ഓഗസ്റ്റ് 1 ആയപ്പോഴത്തേക്കും ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു. ഇനി ഇതിൻ്റെ റാങ്ക് ലിസ്റ്റിൻ്റെ അവസാനിക്കുന്ന കാലാവധി എന്ന് പറഞ്ഞാൽ എന്നാണ്? നമുക്കറിയാം 3 വർഷമാണ് ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇനി ഇതിൻ്റെ അവസാനിക്കാനുള്ള സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഗസ്റ്റ് 1 2028 കേട്ടോ. 2028 ഈ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കറിയാം ഏകദേശം ഈ 2026 ഒരു ഡിസംബർ അതുപോലെ തന്നെ അല്ലെങ്കിൽ ഒരു നവംബർ ഡിസംബറോട് കൂടിയൊക്കെ തന്നെ നമുക്കിതിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. കാരണം 2026 നോട്ടിഫിക്കേഷൻ വന്ന 2027 തന്നെ ഇതിൻ്റെ എക്സാം എല്ലാം നടന്ന് ബാക്കി പ്രൊസീജിയറൊക്കെ നടന്നാൽ തന്നെയാണ് 2028 ഓഗസ്റ്റ് 1 കഴിയുമ്പോഴത്തേക്കും പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് ഈ വർഷം തന്നെ ഒരു നവംബർ ഡിസംബറോട് കൂടി തന്നെ നമ്മുടെ LDCയുടെ നോട്ടിഫിക്കേഷൻ വരും എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക. കാരണം നമുക്കറിയാം ഇത് ജനുവരി മാസമാണല്ലേ, നമ്മുടെ മുന്നിൽ ഒരുപാട് മാസങ്ങൾ കിട്ടും. അപ്പോൾ സിലബസൊക്കെ കൃത്യമായിട്ട് എടുത്തു വെച്ച്, കാരണം നമുക്ക് ഒരുപാട് ടോപ്പിക്സൊക്കെ പഠിച്ചു പോകാനുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ മനസ്സിലാക്കി ഇപ്പോഴേ തന്നെ നല്ല രീതിയിൽ പഠിച്ചു പോകാം കേട്ടോ. ഓരോ എക്സാമിൻ്റെയും വെയിറ്റേജ് ഒക്കെ മനസ്സിലാക്കി ഏതെല്ലാം SCERT പാഠഭാഗങ്ങളിലാണ് ഇതൊക്കെ വരുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വിലയിരുത്തി തന്നെ പഠിച്ചു പോവുക. ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ചെയ്ത് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്ത് നമുക്ക് നല്ലൊരു റാങ്കിലേക്ക് എത്താനുള്ളൊരു സാവകാശം നമ്മുടെ മുന്നിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യാം, പ്രിപ്പറേഷൻ ആരംഭിച്ചോളൂ കേട്ടോ. നോട്ടിഫിക്കേഷൻ വരട്ടെ, ഇനിയും സമയമുണ്ടല്ലോ, അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട. നമ്മൾ നല്ല രീതിയിൽ തന്നെ പഠിക്കുക. നമ്മുടെ ഒരു അവസാനത്തെ ചാൻസ് ആണ് എന്ന് വിചാരിച്ച് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക കേട്ടോ. കാരണം നമ്മുടെ മുന്നിൽ ഇനി കുറേ മാസങ്ങളുണ്ടല്ലോ എന്നൊന്നും ഓർത്ത് ആരും സമയം പാഴാക്കരുത്. കാരണം മികച്ചൊരു അവസരമാണ്. അപ്പോൾ നമ്മൾ അടുത്ത LDC എക്സാമിന് വേണ്ടിയിട്ട് ഇപ്പോഴേ പ്രിപ്പറേഷൻ ആരംഭിക്കുക കേട്ടോ. അപ്പോൾ ഒരുപാട് എക്സാമൊക്കെ വിളിച്ചിട്ടുണ്ട്. നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ആ എക്സാമുകൾക്കും പ്രിപ്പയർ ചെയ്യുക. VFA, കമ്പനി ബോർഡ് LGS, കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് തുടങ്ങിയ വിവിധ എക്സാമുകൾക്കുള്ള കോഴ്സുകൾ നമ്മുടെ മിൻറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇതിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ലൈവ് ക്ലാസ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്, അതുപോലെ തന്നെ മെൻറ്റർഷിപ്പ്, ബുക്സ് ടെസ്റ്റ് സീരീസ് എന്നിവയെല്ലാം അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യാൻ നോക്കാം. നല്ല രീതിയിൽ തന്നെ പഠിച്ച് മുന്നോട്ട് പോകാം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു സെഷനുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.